ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വിഷുദിനത്തിൽ എൻ്റെ മനസ്സ് നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുവാണ്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വെളുത്തുള്ളി ചുട്ട രസമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയും. ഇലസദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഈ ഒരു രസത്തിന് ഈ ഒരു വിഷുക്കാലത്ത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ചുട്ട വെളുത്തുള്ളി നിത്യവും കഴിക്കുവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അസിഡിറ്റിയും അതുപോലെ തന്നെ കുടവയറ്, കൊളസ്ട്രോള്, ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി രസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ചുട്ട വെളുത്തുള്ളി രസം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തോലൊന്നെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ആദ്യം എടുത്തിട്ടുള്ളത്. കുരുമുളകിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ തന്നെ മുഴുവൻ മല്ലിയാണ്. മല്ലി കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3 വറ്റൽമുളകാണ്. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തോല് കളഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയെ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കറക്കിയെടുത്തിട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചതച്ചെടുത്തിട്ടുള്ള ചേരുവകളാണ് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ രസക്കൂട്ടിനെ നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. വരെയും ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളെ ഒന്ന് വഴറ്റുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെ 2 ചെറിയ തക്കാളിയെ കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ രസക്കൂട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല തക്കാളി കൂടെ ചേർക്കാം. തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമുക്ക് ഈ തക്കാളിയെ അധികം ഒന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടെ ചേർക്കാം. നിങ്ങളുടെ കൈവശം ഉലുവപ്പൊടി ഇല്ലെങ്കിൽ താളിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്തൊന്ന് പൊട്ടിച്ചാലും മതിയാകും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് പുളിയെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ രസത്തിന് അധികം ഒന്നും വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് തിളച്ച് വരാനും വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രസം ചെറിയ തീയിലിരുന്ന് കൊണ്ട് ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രസത്തിനെ വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വെളുത്തുള്ളി ചുട്ട രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വിഷുനാളിൽ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇനി നമ്മുടെ രസത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് താളിച്ച് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെളുത്തുള്ളി ചുട്ട രസം ഇവിടെ റെഡിയാണ്. ഈ ഒരു വിഷുനാളിൽ നമ്മുടെ മനസ്സിനും വയറിനും ശരീരത്തിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു രസം തന്നെയാണ്. എല്ലാവരും തയ്യാറാക്കി കഴിച്ചോളൂ. അത്രയ്ക്കും ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.